ഈ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധിയാണ് ശരിക്കും ദേശീയ നേതാവും താരവുമൊക്കെയായി വന്നതെങ്കിലും മാധ്യമങ്ങളിലെ ചർച്ചയും സാമൂഹ്യ മാധ്യമങ്ങളിടങ്ങളിലുമൊക്കെ ഷാഫി പറമ്പിലാണ് താരം. ഏതായാലും അങ്ങനെ ഒരാളിന് വിരുദ്ധാഭിപ്രായം കൊണ്ടും പിന്തുണ കൊണ്ടും ശ്രദ്ധേയമായ ഒരു സ്ഥാനത്തേക്ക് അടയാളപ്പെടുത്തപ്പെടുന്ന വിധം മാറുന്നു എന്നുള്ളത് ഷാഫി പറമ്പിലിന് ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ്. അതോടൊപ്പം തന്നെ വളരെ കരുതലോടെ ശ്രദ്ധയോടെ ഉപയോഗിക്കേണ്ട ഒരു സൂചനയുമാണ്. അതിനെക്കുറിച്ചാണ് പറയാനുള്ളത്. ഷാഫി പറമ്പിൽ KSU നേതാവാണ്. കേരളത്തിലെ എത്ര KSU നേതാക്കളെ ഓർത്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന കുറച്ചു പേർക്കൊക്കെ പേരറിയാമെങ്കിലും അതിലൂടെ കടന്നു വന്ന് പിന്നീട് MLAയോ മന്ത്രിയോ ഒക്കെ ആയ ആളുകൾ പോലും വിസ്മൃതിയിലായി പോയൊരു കാലമാണ്. എന്നാൽ ഷാഫിക്ക് ഇത്രയേറെ പ്രാധാന്യം കിട്ടിയത് പാലക്കാട് മണ്ഡലത്തിലെ ഈ കേരളം ശ്രദ്ധിച്ചു നോക്കുന്ന ത്രികോണ മത്സരത്തിൻ്റെ ഒരു ഛായ വന്നതോടുകൂടിയാണ് ഈ പാലക്കാടിനൊരു ഗൗരവം വന്നത് ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം. അതുകൂടാതെ ഷാഫി സാധാരണ ഇങ്ങനെയുള്ള ആളുകൾക്ക് സ്ഥാപിച്ചു കൊടുക്കുന്ന മുസ്ലിം ടാഗുകൾ ഇതുവരെ ലഭിക്കാത്ത വിധം വളരെ വേറിട്ട രീതിയിൽ പൊതുപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതുമാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ നിയമസഭയിലെ പ്രകടനവും പ്രസംഗവുമൊക്കെ സാധാരണ കടന്നു വന്ന പെട്ടി തൂക്കി നേതാക്കളെക്കാൾ കുറച്ചുകൂടി വേറിട്ടതായിരുന്നു എന്നതും ഒരു പ്രധാന കാര്യം. കഴിഞ്ഞ ഇലക്ഷനോടുകൂടിയാണ് ഷാഫി ശരിക്കും ഹിറ്റാവുന്നത്. കാരണം അവിടെ നമ്മുടെ ശ്രീധരൻ സാറ് പോയി നിൽക്കുമ്പോൾ പാലക്കാട് എന്താണ് വളരെ കടുത്ത മത്സരമാണെന്ന് പറയുന്ന ഒരു സ്ഥിതി വന്നിരുന്നു. എന്നിട്ട് ആ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനത്തിൽ ആദ്യം മുതൽ ഷാഫി പിന്നിൽ എന്നുള്ളതാണ് പലരും മുന്നിൽ നിൽക്കുന്നത് പറയുന്നതിനേക്കാൾ കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ശ്രീധരൻ സാറ് അവിടെ ചെല്ലുമ്പോൾ അവിടെ BJPക്ക് കിട്ടുമോ എന്നുള്ള ഒരു സ്ഥിതിവിശേഷം അവസാനം വരെ നിലനിന്നിടം വരെ ഷാഫി 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 എന്ന് പറയുന്ന ഒരു പേര് വിവിധ ചാനലുകൾ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലാണ് ഷാഫി പറമ്പിൽ ജയിച്ചു എന്ന് പറയുമ്പോഴേക്കും അതുവരെ ഉണ്ടായിരുന്ന ആൻറ്റി ക്ലൈമാക്സും ക്ലൈമാക്സും ഷാഫിക്ക് സ്വന്തമായി. ഷാഫി വലുതായി ചാനൽ ചർച്ചയിലൊന്നും പങ്കെടുത്തിട്ടുള്ള ആളായി ഞാൻ കണ്ടിട്ടില്ല, തോന്നിയിട്ടുമില്ല. പക്ഷേ ആ വിജയത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ തിളക്കം, ഒരു കരിയർ, അത്തരമൊരു മാറ്റമുണ്ടായിരുന്നു. പിന്നെ സ്വതവേ കാഴ്ചയിലും ഇടപെടലുകളിലുമൊക്കെ വിനയം തോന്നുന്ന ഒരു ശരീരഭാഷയുമുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആൾ പാവമായിരുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, ശരീരഭാഷ അതിനനുസരിച്ച് ഒരു വഴക്കമുള്ളത് കൂടിയാവണം. ചില നിരപരാധികൾ നടന്നു പോകുമ്പോഴും വലിയ ഭീകരന്മാരാണെന്ന് നമുക്ക് തോന്നിപ്പോവും. പക്ഷേ ഷാഫിയെ സംബന്ധിച്ചിടത്തോളം ആ ശരീരഭാഷയും ഗുണകരമായിരുന്നു. പിന്നെ തുടർന്ന് വന്ന പാർലമെൻറ്റ് ഇലക്ഷനിൽ വടകരയിലേക്ക് വന്നതോടുകൂടി ഷാഫി വീണ്ടും ഹിറ്റാവുകയാണ്. അവിടെ വന്നിറങ്ങിയപ്പോൾ ഉള്ള ഒരു ലോഞ്ചിങ്ങും അതിൻ്റെ ഒരു വൈബും സാമൂഹ്യ മാധ്യമത്തിലൊരു തരംഗമായി മാറിയതും പിന്നീട് കാഫിർ പ്രയോഗത്തിലൂടെ ഉണ്ടായ സംഭവവും ആ കാഫിറിന് ശേഷമുണ്ടായ സംഗതിയും ആ തിരിച്ചടിയും ലക്ഷക്കണക്കിന് വോട്ടുകളുടെ വിജയവും ഇപ്പോൾ വീണ്ടും പാലക്കാട് തിരഞ്ഞെടുപ്പ് വരുമ്പോഴും ഷാഫി തന്നെയാണ് അവിടെ നിൽക്കുന്നത്. ആ ഷാഫിയുടെ യാത്രകളിലെല്ലാം ഒരു സെക്കുലർ പ്ലാറ്റ്ഫോം നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അസൂയമൂത്ത ജലീലിക്ക പോലും ഒരു പോസ്റ്റിൽ എഴുതിയത്, മുസ്ലിങ്ങളുടെ വോട്ട് വാങ്ങി അവിടെ ചെന്ന് ജയിച്ച ശേഷം ദൃഢപ്രതിജ്ഞ ചെയ്തവനേ എന്നൊക്കെ ജലീലിക്ക വിളിച്ചു പറഞ്ഞത്. ജലീലിക്ക ആ ദൃഢപ്രതിജ്ഞയാണ് വലിയ ദീൻ വിരുദ്ധമായി കാണുന്നത്. എന്നാൽ ജലീലിക്ക ഇഷ്ടപ്പെട്ടവർക്ക് സ്വർഗത്തിലേക്ക് പാസ് നൽകിയത് ദീൻ വിരുദ്ധമായി കാണുന്നുമില്ല. അപ്പോൾ ചുരുക്കത്തിൽ ഏതാണ്ട് കഴിഞ്ഞ ഒരു 4-5 വർഷം ഷാഫി തന്നെയാണ് താരം. ഇപ്പോഴത്തെ പെട്ടി വരുമ്പോഴും ഷാഫി തന്നെയാണ് വരുന്നത്. ഷാഫി കൊണ്ടുവന്നതാണെന്നൊരു വിഭാഗം പറയുന്നു. അത് കഴിഞ്ഞപ്പോൾ ഷാഫിയാണ് ഇതിൻ്റെ സൂത്രധാരൻ, പോലീസിനെ ഉൾപ്പെടെ ഇറക്കി രാത്രിയിൽ റെയ്ഡ് വെച്ചത് എന്ന് പറയുന്നൊരു സ്ഥിതിവിശേഷം വന്നു. അപ്പോൾ പെട്ടിയും ഷാഫിക്ക് ഗുണമായി. റഹീം അവിടെ ചെന്ന് പ്രസംഗിച്ചു, ഷാഫി കാളകൂട വിഷമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗം നടത്തിയപ്പോഴും ഗുണം കിട്ടിയത് ഷാഫിക്ക് തന്നെ. അപ്പോൾ ഇവിടെ അദ്ദേഹം കാണേണ്ടത് അഹങ്കരിക്കാതെ, തളരാതെ, വളരെ സൂക്ഷ്മതയോടെ, കണ്ണീരണിഞ്ഞ പ്രാർത്ഥനയോടെ എന്ന് പറഞ്ഞാൽ ഈ പൊക്കത്തിന് വലിയൊരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഈ ചാനലുകളും മറ്റൊരു എല്ലാവിടെ തള്ളി താഴെ ഇടുന്നൊരു സ്ഥിതിവിശേഷം വരും. അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് അതിലൊരു കാര്യമുള്ളത്. ചുരുക്കത്തിൽ ഈ ബൈ ഇലക്ഷനിൽ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധിയേക്കാൾ കൂടുതൽ വാർത്തയിലും സാമൂഹ്യ മാധ്യമത്തിലും എല്ലാം ശത്രുക്കളും മിത്രങ്ങളും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പേര് ഷാഫി പറമ്പിലാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത.